കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് ഭീതി പടർത്തുന്ന ഒരു വാർത്തയുടെ അകത്തളങ്ങൾ പരിശോധിക്കാം. കേൾക്കുന്നവരുടെ ചോര യുറഞ്ഞു പോകുന്ന തരത്തിൽ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ചില ക്രിമിനലുകളുണ്ട്. അതിൽ ആൺ പെൺ ഭേദമൊന്നുമില്ല. കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് ക്രൂരതയുടെ പരകായ പ്രവേശമായി അറിയപ്പെട്ട ഓസ്ട്രേലിയൻ കൊലപാതകയാണ് കാതറിൻ നൈറ്റ്. കാമുകനെ കൊന്ന് തൊലിയുരിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് തിന്നാൻ കൊടുത്താണ് കാതറിൻ കുപ്രസിദ്ധിയായത്. വെള്ളി വെളിച്ചം പോലൊരു ജീവിതത്തിൽ നിന്ന് കരിപുരണ്ട കുറ്റവാളി എന്ന കുപ്പായത്തിലേക്ക് കാതറിൻ എങ്ങനെ എത്തിപ്പെട്ടു നോക്കാം. പോലീസ് ജെറി എക്സ്പ്ലെയിൻ. ഭർത്താവിന്റെ സഹപ്രവർത്തകനായ കെൻ നൈറ്റിൽ ബാർബറ എന്ന യുവതിക്ക് ജനിച്ച ഇരട്ടകളിൽ ഒരുവൾ. അത്ര നന്നല്ലാത്ത പേരിലായിരുന്നു കാതറിന്റെ ജനനം തന്നെ രേഖപ്പെട്ടത്. കുട്ടികളുടെ പിതൃത്വത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ ദുസ്സഹമായപ്പോൾ ബാർബറ കുട്ടികളെ കൂട്ടി മുറയിലേക്ക് മാറി. 1969 കെന്നിന്റെ സഹോദരൻ ഓസ്കാർ നൈറ്റ് തികച്ചും അവിചാരിതമായി ആത്മഹത്യ ചെയ്യുന്നു. കുഞ്ഞു കാതറിനെ ഈ സംഭവം വല്ലാതെ ഉലച്ചു. പിന്നീടുള്ള രാത്രിയിൽ അവൾ പലതവണ ഓസ്കാറിന്റെ ആത്മാവിനെ കാണാൻ തുടങ്ങി. തന്നെ ആശ്വസിപ്പിക്കാൻ ഓസ്കാർ വരാറുണ്ടെന്ന് കാതറിൻ പലവട്ടം പലരോടും പറഞ്ഞു. എന്തായാലും കുടുംബം വീണ്ടും അംബർഡീനിലേക്ക് മടങ്ങി. തന്നെ കുട്ടിക്കാലത്ത് നിരവധി പേർ ലൈംഗികമായി ഉപയോഗിച്ചെന്ന വിവരം കാതറിൻ പലരുമായും പങ്കുവച്ചിരുന്നു. മദ്യപാനിയായ കെൻ പലതവണ ബാർബറയെ ലൈംഗികമായി ഉപദ്രവിച്ചെങ്കിലും കാതറിനോട് മോശമായി പെരുമാറിയിരുന്നില്ല എന്നും അവൾ കൂട്ടുകാരോട് പറഞ്ഞിരുന്നു. കുട്ടിക്കാലത്ത് ഒരു മാതൃകാ വിദ്യാർത്ഥിയായിരുന്ന കാതറിൻ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു കുട്ടി ക്രിമിനലായി മാറുകയായിരുന്നു. മികച്ച സ്വഭാവത്തിനുള്ള അവാർഡുകൾ കുട്ടിയായിരുന്നപ്പോൾ അവൾ നേടിയിരുന്നു. ഇരുണ്ട സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വന്ന കാതറിന്റെ ജീവിതം പതുക്കെ മാറുകയായിരുന്നു. തന്നേക്കാൾ പ്രായം കുറഞ്ഞവരെ ഉപദ്രവിക്കുക എന്ന ഹോബിയിലേക്ക് അവൾ മാറി. 15-ാം വയസ്സിൽ സ്കൂൾ ഉപേക്ഷിച്ചപ്പോൾ അവൾക്ക് എഴുതാനും വായിക്കാനും പോലും അറിയില്ലായിരുന്നു. പിന്നീട് ഒരു ടെക്സ്റ്റൈൽ മിൽ ജീവനക്കാരിയായാണ് നാട്ടുകാർ കാതറിനെ കാണുന്നത്. അവിടെ കാര്യമായ കുഴപ്പമൊന്നും ഇല്ലായിരുന്നെങ്കിലും തന്റെ സ്വഭാവത്തിന് ബോധിച്ച ഒരു സ്വപ്ന ജോലി കിട്ടിയപ്പോൾ കാതറിൻ അങ്ങോട്ട് ചാടി. അതൊരു ഇറച്ചി ഫാക്ടറി ആയിരുന്നു. പെട്ടെന്ന് തന്നെ ജോലിയിൽ മികവ് തെളിയിച്ച കാതറിന് പ്രൊമോഷനും കിട്ടി. ഒരു പ്രണയത്തിന് വേണ്ട ബാക്ക്ഗ്രൗണ്ടായി ഒരു ഇറച്ചി ഫാക്ടറിയെ ആരും കാണാൻ സാധ്യതയില്ല. പക്ഷേ നമ്മുടെ കാതറിന്റെ പ്രണയത്തിന്റെ ലൊക്കേഷനായി ഈ ഇറച്ചി ഫാക്ടറി മാറി. സാധാരണ പ്രണയത്തിലൊക്കെ പെട്ടാൽ അല്പസ്വല്പം ഒതുങ്ങിക്കഴിയാനാണ് പലരും ശ്രമിക്കുക. ഇവിടെയും കാതറിൻ വ്യത്യസ്തയായി. ഡേവിഡിൽ ഉണ്ടാക്കുന്ന എല്ലാ ഗുലുമാൽ സീനുകളിലും കാതറിനെയും കാണാൻ തുടങ്ങി. തനിക്കെതിരെ ചെറിയൊരു പ്രകോപനം ഉണ്ടായാൽ പോലും കയ്യിൽ കിട്ടുന്നതെടുത്ത് വലിച്ചെറിയുന്ന കാതറിൻ സഹപ്രവർത്തകർക്ക് ഒരു പ്രഹേളികയായി മാറി. ഒടുവിൽ ആ ദിവസം വന്നെത്തി. കാതറിന്റെയും ഡേവിഡിന്റെയും വിവാഹം. കല്യാണ ദിവസം കള്ളുകുടിച്ച് ബോധം കെട്ട കല്യാണ ചെക്കനെ കൂട്ടാതെയാണ് കാതറിൻ പള്ളിയിലെത്തിയത്. കല്യാണമൊക്കെ ഒരു വിധത്തിൽ അങ്ങ് കഴിഞ്ഞു. ആ ദിവസം തന്നെ കാതറിനെ കാര്യമായി സൂക്ഷിക്കണമെന്ന് അമ്മായിയമ്മ, അതായത് കാതറിന്റെ അമ്മ ബാർബറ തന്നെ ഡേവിഡിന് മുന്നറിയിപ്പും നൽകിയിരുന്നു. കല്യാണ രാത്രിയിൽ തന്നെ തന്റെ കഴുത്തിന് അലങ്കാരമായി ചുറ്റിയ ബെൽറ്റ് കൊണ്ട് ഡേവിഡിനെ കൊല്ലാൻ നോക്കി. ക്ഷീണിച്ചുറങ്ങിയ ഡേവിഡിനെ കുറ്റപ്പെടുത്തിയായിരുന്നു ആക്രമണം. പിന്നീടൊരിക്കൽ വീട്ടിലെത്താൻ താമസിച്ചതിന് ഫ്രൈയിങ് പാൻ എടുത്ത് ഡേവിഡിന്റെ തലയ്ക്കടിക്കുകയും ചെയ്തു കാതറിൻ. അടിയുടെ ആഘാതത്തിൽ തലയോട്ടിക്ക് ഗുരുതര പരിക്കേറ്റ ഡേവിഡ് അയൽക്കാരുടെ സഹായത്തോടെ ചികിത്സ തേടി. അതുകൊണ്ട് അരിശം തീരാത്ത കാതറിൻ ഡേവിഡിന്റെ വസ്ത്രങ്ങളും ഷൂസും അടക്കം കത്തിച്ചു കളഞ്ഞു. അന്ന് ഗർഭിണിയായിരുന്ന കാതറിൻ ഡേവിഡുമൊത്ത് പോലീസ് സ്റ്റേഷനിലെത്തി കേസ് തീർപ്പാക്കി. പെട്ടെന്ന് തന്നെ നോർമൽ ആവുകയും ചെയ്തു. പക്ഷേ ഡേവിഡിന്റെ ദുരന്ത പർവ്വം അങ്ങനെ തുടർന്നു. സഹിക്കാനാവാതെ വന്നപ്പോൾ പ്രസവശേഷം കാതറിനെ ഉപേക്ഷിച്ച് ഡേവിഡ് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. ക്യൂൻസ്ലാൻഡിൽ മറ്റൊരു സ്ത്രീയുമൊത്ത് സമാധാനമായി ഡേവിഡ് കഴിയുന്നു എന്നറിഞ്ഞതോടെ കാതറിന്റെ സമാധാനം പോയി. അപ്പോഴും ഭ്രാന്തമായ ഒരു പ്രണയം ഡേവിഡിനോട് സൂക്ഷിച്ചിരുന്നു അവൾ. കാതറിനുമായി ബന്ധപ്പെട്ട വിചിത്ര കാഴ്ചകളാണ് പിന്നീട് നാട്ടുകാർ കണ്ടത്. കുഞ്ഞിനെ റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ചു പോയി കാതറിൻ. പിന്നീട് ഒരു ദിവസം കുടിച്ച് അർദ്ധബോധാവസ്ഥയിൽ കാല് നിലത്തുറയ്ക്കാതെ നടക്കുന്ന കാതറിനെ ശാന്തയാക്കാൻ ചെന്ന നാട്ടുകാരോട് അവൾ അക്രമാസക്തിയായി. കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണമെന്നുള്ളത് കൊണ്ട് അല്പം ബലം പ്രയോഗിച്ച് തന്നെ കാതറിനെ അവർ മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു. അവിടെ 3 ആഴ്ചക്കാലം മര്യാദക്കാരിയായി കഴിഞ്ഞു കാതറിൻ. പിന്നീട് ഡിസ്ചാർജ് ആയത് വളരെ നോർമലായി. വീട്ടിലെത്തിയതും കഥ പിന്നെയും മാറി. തന്നെ ആശുപത്രിയിലാക്കിയ നാട്ടുകാരെ ആക്രമിക്കാൻ തുടങ്ങി കാതറിൻ. കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് ഡേവിഡ് കെല്ലറ്റുമൊത്ത് വീണ്ടും 2 വർഷങ്ങൾ ജീവിച്ചു. പിന്നീട് ഡേവിഡ് സോണ്ടേഴ്സ് എന്നയാളുമായി പ്രണയത്തിലായ കാതറിൻ തുടർന്നുള്ള വർഷങ്ങൾ പൊട്ടലും ചീറ്റലുമായി സോണ്ടേഴ്സിനൊപ്പം കഴിഞ്ഞു. ഡേവിഡ് കെല്ലറ്റിന്റെ വിധി തന്നെയായിരുന്നു സോണ്ടേഴ്സിനും. ഇരുവർക്കുമുണ്ടായിരുന്ന മറ്റു ബന്ധങ്ങളായിരുന്നു കാതറിനെ ചൊടിപ്പിച്ചിരുന്നത്. സോണ്ടേഴ്സിന്റെ ഡിങ്കോ എന്ന നായ്ക്കുട്ടിയെ കഴുത്തറുത്ത് കൊന്നതടക്കം ഒരുപിടി ദുരന്തങ്ങൾ അവരുടെ ജീവിതത്തിലുമുണ്ടായി. 1 വർഷത്തിനു ശേഷം അവർക്കൊരു മകളുമുണ്ടായി. വീണ്ടും ഒരു കൊലപാതക ശ്രമം നേരിട്ട സോണ്ടേഴ്സ് സ്ഥലം കാലിയാക്കി. അടുത്തത് ജോൺ ചില്ലിംഗത്തിന്റെ ഊഴമായിരുന്നു. വമ്പൻ വഴക്കുകളൊന്നും അവർക്കിടയിൽ ഉണ്ടായില്ല. കാതറിന് ആദ്യ മകൻ ജനിക്കുന്നത് ചില്ലിംഗ്വർത്തിലാണ്. 2 കുട്ടികളുള്ള ജോൺ ചാൾസ് തോമസ് പ്രൈസ് എന്നയാളുമായാണ് ബന്ധത്തിന്റെ പേരിൽ ചില്ലിംഗ്വർത്ത് കാതറിനെ ഉപേക്ഷിച്ചു.
എന്തൊരു വല്ലാത്ത കഥയെന്ന് കേൾക്കുന്ന ആർക്കും തോന്നുന്ന അപസർപ്പക പുരാണത്തിന് ഇതുകൊണ്ടൊന്നും പര്യവസാനമായില്ല. തുടക്കം കുഴപ്പമൊന്നുമില്ലാതെ പോയെങ്കിലും പിന്നീട് കഥയങ്ങു മാറി. പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ തുടർക്കഥയായി അവരുടെ ജീവിതത്തിൽ. വഴക്കില്ലാത്ത ദിവസങ്ങൾ ചുരുക്കമായി. ജോൺ പ്രൈസ് തന്റെ കമ്പനിയിൽ നിന്ന് പലപ്പോഴും പഴയ ഉപയോഗമൊന്നുമില്ലാത്ത സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുവന്നിരുന്നു. ഒരു ദിവസം വഴക്കിനൊടുവിൽ അത്തരം മോഷണ വസ്തുക്കൾ വാരിക്കൂട്ടി വെച്ച് വീഡിയോ എടുത്ത് അയാളുടെ ബോസിന് അയച്ചു കൊടുത്തു കാദറി. അങ്ങനെ ജോൺ പ്രൈസിന്റെ ജോലിയും നഷ്ടപ്പെട്ടു. ഇതോടെ ഒരു പാഠം പഠിച്ച ജോൺ എങ്ങനെയെങ്കിലും ഈ ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കണമെന്ന മാനസികാവസ്ഥയിലേക്ക് മാറി. എന്നാൽ കയ്യും കാലും പിടിച്ച കാതറിൻ വീണ്ടും ആ ബന്ധം പിടിച്ചു നിർത്തി. പിന്നീട് കഥ മാറ്റമില്ലാതെ തുടർന്നപ്പോൾ തന്നെ കണ്ടില്ലെങ്കിൽ കാതറിൻ കൊന്നെന്ന് കരുതിക്കോണമെന്ന് കൂട്ടുകാരോട് ജോൺ പറയുകയും ചെയ്തു. 2000 ഫെബ്രുവരി 29 പ്രവചനാത്മകമായ ആ വാക്കുകൾക്ക് ശേഷം വീട്ടിലെത്തിയ ജോണിനെ കാതറിൻ സാധാരണ പോലെയാണ് സ്വീകരിച്ചത്. ഉറക്കത്തിലേക്ക് വഴുതി വീണ ജോണിനെ കത്തി ഉപയോഗിച്ച് പലതവണ കുത്തുകയായിരുന്നു അടുത്ത പടി. പോസ്റ്റ്മോർട്ടത്തിൽ ജോണിന് 37ലേറെ കുത്തുകളേറ്റെന്ന് ഫോറൻസിക് സർജൻ രേഖപ്പെടുത്തിയിരുന്നു. പിറ്റേന്ന് ജോണിനെ സമയം കഴിഞ്ഞിട്ടും കാണാതെ വന്നപ്പോൾ അയൽക്കാർ പരിഭ്രാന്തരായി. വെള്ള ഫ്രോഡ് മൊണ്ടിയോ സെഡാൻ ഡ്രൈവേവിൽ തന്നെ ഉണ്ടെന്ന് അയൽക്കാരൻ ശ്രദ്ധിച്ചു. വീടിനടുത്തെത്തിയ നാട്ടുകാർ ഡോറിനടിയിലൂടെ ഒഴുകി വരുന്ന രക്തമാണ് ആദ്യം കണ്ടത്. പരിഭ്രാന്തരായി വാതിൽ തല്ലിത്തകർത്ത് അകത്തു കടന്ന അവർ കണ്ടത് തലയില്ലാതെ രക്തത്തിൽ കുളിച്ച് തൊലിയൊരിച്ച നിലയിൽ മരിച്ചു കിടക്കുന്ന ജോണിനെയും സമീപം ഉറക്ക ഗുളികകൾ കഴിച്ച് അബോധാവസ്ഥയിൽ കിടക്കുന്ന ഖാദറിനെയുമാണ്. അടുക്കളയ്ക്ക് കത്തനായി ജോണിന്റെ തോൽ വിരിച്ചിട്ടിരിക്കുന്ന വിചിത്ര കാഴ്ച കണ്ട് ഞെട്ടിയ അവർ പോയത് പിന്നീട് തുടർ ഞെട്ടലുകളിലൂടെയാണ്. ജോൺ പ്രൈസിന്റെ ശരീരത്തിന്റെ ഇടതുകൈ ഒഴിഞ്ഞ 1.5 ലിറ്റർ ശീതളപാനീയ കുപ്പിയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു. ഡൈനിങ് ടേബിളിൽ 3 പാത്രങ്ങളിൽ അലുമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് വൃത്തിയായി പൊതിഞ്ഞു വെച്ചിരുന്ന പ്ലേറ്റുകൾക്കടുത്ത് അത് കഴിക്കേണ്ടവരുടെ പേരുമുണ്ടായിരുന്നു. കാദറിന്റെ 3 മക്കളുടെ പേരായിരുന്നു അവിടെ എഴുതിയിരുന്നത്. പ്ലേറ്റ് തുറന്നപ്പോൾ പച്ചക്കറികൾക്കൊപ്പം ജോണിന്റെ മാംസം പാചകം ചെയ്തു വെച്ചിരിക്കുന്നതാണ് അവർ കണ്ടത്. ജോണിന്റെ തലയ്ക്കായി നടത്തിയ തെരച്ചിലിൽ അവസാനിച്ചത് അടുക്കളയിൽ മൂടിവെച്ച് തിളച്ചുകൊണ്ടിരിക്കുന്ന കലത്തിലാണ്. മൂടി തുറന്നപ്പോൾ പേടിച്ച് പിന്നോക്കം മറിഞ്ഞു നാട്ടുകാർ. മത്തങ്ങ, ഉരുളക്കിഴങ്ങ്, ക്യാബേജ്, ബീറ്റ്റൂട്ട് എന്നിവയ്ക്കൊപ്പം ജോണിന്റെ തല. ഇത്തരമൊരു ഭീകര വിഭവമാണ് കുട്ടികൾക്കായും തയ്യാറാക്കിയിരുന്നത്. വിചിത്രമായ പല സ്വഭാവങ്ങളും കാദറിനുണ്ടായിരുന്നത്രേ. ഡോക്ടർ വില്യം ജെ അലൻഡർ നൈറ്റിന്റെ കേസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പെട്ടെന്നുള്ള സ്വഭാവമാറ്റം അതീവ കോപിഷ്ടിയായും സൽസ്വഭാവിയായ സ്ത്രീയായും മാറാൻ കാദറിന് നിമിഷങ്ങൾ മതിയായിരുന്നത്രേ. കൂടുതൽ സമയവും അവൾ ശാന്തയായ വനിതയായാണ് കാണപ്പെട്ടത്. 2 ഇറച്ചി ഫാക്ടറിയിൽ ജോലി കിട്ടിയതിനു ശേഷം ആദ്യമായി കിട്ടിയ കത്തികളുടെ സെറ്റ് അവൾ തന്റെ കിടക്കയ്ക്ക് അരികിൽ തൂക്കിയിരുന്നു. അതിലൊന്നാണ് ജോണിന്റെ ജീവനെടുത്തതും പല പങ്കാളികളെ പലതവണ കുത്താൻ ഉപയോഗിച്ചതും. 3 ഓരോ കടുത്ത പിണക്കത്തിന് ശേഷവും അവൾ തന്നെ മുൻകൈയെടുത്ത് ക്ഷമയാചിച്ച് ബന്ധത്തിലേക്ക് തിരികെ കയറാനുള്ള അസാമാന്യ കഴിവ്. 4 കന്നുകാലികളുടെ തൊലികളും തലയോട്ടികളും സ്റ്റിയർ കൊമ്പുകളും മാൻ കൊമ്പുകളും സ്റ്റഫ് ചെയ്ത മൃഗങ്ങളും കൊണ്ട് വീട് അലങ്കരിച്ചിരുന്നു. ഡെഡ് അനിമൽസ് മ്യൂസിയം കോട്ടേജ് എന്നായിരുന്നു ആ വീട് അറിയപ്പെട്ടത്. കേസിന്റെ വിചാരണയ്ക്കിടെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ചിത്രങ്ങൾ കാണാൻ ധൈര്യമില്ലാത്തവർ കോടതി മുറി വിട്ടുപോകാൻ ആവശ്യപ്പെട്ടു. പലരും കോടതിയിൽ നിന്ന് പുറത്തുപോയി. വിധി പറയും മുൻപ് ഇതുതന്നെ ജഡ്ജി ആവർത്തിച്ചു. കാദറിന്റെ കുറ്റസമ്മത മൊഴിയിലും ഉണ്ടായിരുന്നത് ഇതുതന്നെ. കൊന്നതിനു ശേഷം അടുക്കളയിലെ ഇറച്ചി ഹുക്കിൽ തൂക്കി ജോണിന്റെ തലയറുത്തതും തൊലിയുരിച്ചതും പാചകം ചെയ്തതും കുട്ടികൾക്കായി വിളമ്പി വെച്ചതുമൊക്കെ കേൾക്കാൻ ധൈര്യമില്ലാത്തവർ അന്നും കോടതി മുറി വിട്ടു. പരോളില്ലാതെ മരണം വരെ പ്രത്യേക തടവാണ് കാദറിന് കോടതി വിധിച്ചത്. ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതാ കുറ്റവാളിക്ക് പരോളില്ലാത്ത തടവ് ലഭിക്കുന്നത്. സിൽവർ വാട്ടർ വുമൺ കറക്ഷണൽ സെന്ററിലാണ് കാദറിൻ തന്റെ ശിക്ഷ അനുഭവിക്കുന്നത്.